ഈ നാട്ടിലെ സമാധാനം തകർക്കപ്പെടുന്നു. മോഹൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായ മോഹനൻ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കാലത്ത് സംസ്ഥാന പോലീസിന്റെ മധ്യമേഖല ഐജിയുടെ കീഴിലുള്ള കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ വിവിധ കേസുകളിലായി പിടിച്ച പടക്ക ശേഖരങ്ങളും രാസവസ്തുക്കളും ഒക്കെ മൂക്കന്നൂക്കാർ നന്നാക്കാൻ വേണ്ടി 3-ാം വാർഡിലെ പാറമടയിൽ കൊണ്ടുവന്നിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പൊട്ടിച്ച് ഈ മൂക്കന്നൂർ പഞ്ചായത്തിലെ 8 കിലോമീറ്റർ പ്രദേശത്തുള്ള 300ഓളം വീടുകൾക്ക് തകരാറുകളുണ്ടാക്കി. അതാ മോഹൻ ചെയ്ത വികസനം. വീടുകളൊക്കെ വികസിച്ച് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കണ്ടോ? മധ്യമേഖല ഐജിക്ക് ഇടുക്കിയിൽ പാറമടയില്ലേ, ആ താമസമില്ലാത്തോടത്ത് ഇത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ. എറണാകുളം ജില്ലയിലെ മഞ്ഞിക്കാടല്ലാണ്ട് വേറെ പാറമടകളില്ലേ, ഈ കോതമംഗലം താലൂക്കിലും പിന്നെ കുന്നത്താട് താലൂക്കിലും. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ഭാഗത്ത് മടകളില്ലേ, തൃശ്ശൂർ ജില്ലയിൽ മടകളില്ലേ, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലമില്ലേ? ഇല്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മോഹനൻ മധ്യമേഖല ഐജിയുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ച മുഴുവൻ സ്ഫോടക വസ്തുക്കളും ഞെളിഞ്ഞു നിന്ന് 3-ാം വാർഡിലെ പാറമടയിൽ കൊണ്ടുവന്ന് നിരുത്തരവാദിത്വപരമായി കേരളത്തിലെ പോലീസ് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ പൊട്ടിച്ച് മോഹനന്റെ തറവാട് വീട് ഉൾപ്പെടെയുള്ള വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വിള്ളലുണ്ടായി. എന്ത് നടപടി സ്വീകരിച്ചു? മോഹനൻ മൂക്കന്നൂർ പഞ്ചായത്തിൽ 9 കൊല്ലം CPM ഭരണം കേരളത്തിലുണ്ടായപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഈ നാട് നൽകിയ സംഭാവന 300ഓളം വീടുകളുടെ ഭിത്തികൾക്ക് വിള്ളലുണ്ടാക്കിയതാണ്.
പോലീസിനെതിരായി നടപടി സ്വീകരിച്ചോ? വീടുകൾക്ക് വിള്ളലുണ്ടായവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ മോഹന് കഴിഞ്ഞു. മോഹനല്ലേ ആ വാർഡ് മെമ്പർ? മോഹന്റെ ഉത്തരവാദിത്വമില്ല. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, 14 കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരുന്ന മോഹനൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, കുറച്ചു കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മോഹനൻ സിനിമ തച്ചിന്റെ അടുത്ത് ട്യൂഷൻ കൊടുത്തു. വെറുതെ ഒന്നും TM വർഗീസ് പറഞ്ഞാൽ. ഇതുപോലെ ഒരു മെമ്പറുടെ ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റായെന്ന് പറഞ്ഞുകൊണ്ട് നാട് നിങ്ങളെ ചീത്ത വിളിച്ചടക്കലാണോ നിങ്ങളുടെ പണി? നിങ്ങളത് നിർത്തണം, നിങ്ങളത് നിർത്തണം. നിങ്ങൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കുവാ, പക്ഷേ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തികൾ ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊന്നും എല്ലാം ഇപ്പൊ ഞങ്ങൾ പുറത്തുവിടുന്നില്ല. പറയേണ്ട ഘട്ടങ്ങൾ ഞങ്ങൾ പറയും. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം